എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു മണ്ണാറാകം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് തിടനാട് മഹാക്ഷേത്രത്തിൻ്റെ ചരിത്രവും പ്രാധാന്യവുമാണ്. 2500 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ആദ്യകാലത്ത് ദ്രാവിഡരായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ ശിവഭക്തരായിരുന്നു. പിന്നീട് 1500 വർഷങ്ങൾക്ക് മുമ്പ് 4 സ്വാമിമാർ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയുണ്ടായി. അവർ വെള്ളാളച്ചെട്ടി ഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ വരാൻ കാരണം അരശാറിൻ്റെ തീരത്ത് താമസിച്ചിരുന്ന കാവേരി പട്ടണത്ത് താമസിച്ചിരുന്ന അവിടുത്തെ രാജാക്കന്മാരുമായിട്ട് ചില കലഹമുണ്ടായി. അതുകൊണ്ട് അവരവിടുന്ന് പലായനം ചെയ്ത് കാട് കയറി അവരിവിടെ അന്നത്തെ പൂഞ്ഞാർ രാജ്യത്ത് വന്നു. അന്നത്തെ പൂഞ്ഞാർ എന്ന് പറഞ്ഞാൽ മലനാട് മന്നനെന്നാണ്. ഇപ്പോഴത്തെ പൂഞ്ഞാർ രാജാക്കന്മാർക്ക് മുമ്പിൽ ഇവിടെ ഭരിച്ചിരുന്ന ആളുകളാണ്. അദ്ദേഹം വന്നപ്പോൾ ഇവർക്ക് സ്ഥലം കൊടുത്തു. 4 സ്വാമിമാർ തിരുവുടയാർ സ്വാമി, കുണ്ടുടയാർ സ്വാമി, ചേറ്റുടയാർ സ്വാമി, കരിയുടയാർ സ്വാമി എന്നിവരായിരുന്നു. അതിൽ തിരുവുടയാർ സ്വാമിക്ക് ആണ് തിടനാട് പ്രദേശം നൽകിയത്. 2500 ഏക്കർ സ്ഥലമുണ്ട്, ആ ക്ഷേത്രത്തിന് നൽകിയതാണ്. അത് തിടനാട് ദേവസ്വമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ ചേറ്റുടയാർ സ്വാമിക്ക് കൊടുത്ത പ്രദേശമാണ് ചേറ്റുതോട്. അതിൽ നിന്നാണ് ഈ ചേറ്റുതോട് എന്നുള്ള പേരുണ്ടായത്. തിരുവുടയാർ സ്വാമിക്ക് കൊടുത്ത സ്ഥലം എന്നുള്ള നിലയിൽ നിന്നാണ് തിടനാടെന്നുള്ള പേരുണ്ടായത്. അതുപോലെ തന്നെ കൊണ്ടൂർ പ്രദേശം, അത് ഈരാറ്റുപേട്ട ഉൾപ്പെടെ മന്ത, പാതാഴ്, 6 മൈൽ വരെയുള്ള പ്രദേശം അതുൾപ്പെട്ടതാണ്. അതാണ് കൊണ്ടുടയാർ സ്വാമിക്ക് കൊടുത്തത്. അതാണ് കൊണ്ടൂർ ദേവസ്വം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ കരിയുടയാർ സ്വാമി അവസാനമാണ് വന്നത്. അദ്ദേഹത്തിന് ഈരാറ്റുപേട്ടയിലുള്ള അങ്കാളമ്മ കോവിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശവും കടുവാമൊഴി ഉൾപ്പെടെയുള്ള കുറേ പ്രദേശങ്ങളും കൊടുത്തു. അങ്ങനെയാണ് ഈ 4 സ്വാമിമാർ വന്നത്. ഈ സ്വാമിമാർ വളരെ ദൈവശക്തിയുള്ള ആളുകളായിരുന്നു. തിരുവുടയാർ സ്വാമിയും ശിവക്ഷേത്രത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവ്യ ദർശനമുണ്ടായി. ഈ ക്ഷേത്രം പുതുക്കി പണിയണമെന്ന്. അദ്ദേഹം അതും പ്രകാരം പണി ആരംഭിച്ചപ്പോൾ എന്താണെന്ന് ചെയ്തതെന്ന് ചോദിച്ചാൽ, കിഴക്കോട്ട് ദർശനമായി ശ്രീകൃഷ്ണമൂർത്തിയുടെയും ഭഗവാന്റെയും, പടിഞ്ഞാറോട്ട് ദർശനമായി നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠകൾ അദ്ദേഹം വെച്ചു. ഈ 3 പേർക്കും വെവ്വേറെ കൊടിമരവും ഉണ്ട്. അപ്പോൾ അങ്ങനെ പണിയുന്നതിന് ആവശ്യമായ കല്ലിൻ്റെ പ്രശ്നം വന്നു. കല്ലിൻ്റെ ആവശ്യത്തിന് അദ്ദേഹം ശിവഭഗവാനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ ഭൂതഗണങ്ങളാണ് ചേന്നാട് ഭാഗത്തുനിന്ന് ഈ ക്ഷേത്രം പണിയാനുള്ള കല്ലുകൾ എത്തിച്ചത്. അന്ന് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അത്തരം കല്ലുകൾ, ആ ക്ഷേത്രം നിർമ്മിച്ച കല്ലുകൾ ആ പ്രദേശത്ത് നോട്ട് ഇല്ലതാനും. അപ്പോൾ അത് ഈ വിശ്വാസത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ക്ഷേത്രം പണിത് കഴിഞ്ഞപ്പോൾ മറ്റു ചില സംഭവങ്ങളൂടെ കൊടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഈ ക്ഷേത്രം പണിത് കഴിഞ്ഞപ്പോൾ ഇവിടെ കൊടിമരങ്ങളുണ്ട്. 3 പേർക്കും പ്രത്യേകം കൊടിമരങ്ങളുണ്ട്. തുല്യ പ്രാധാന്യമാണ് ഈ 3 പേർക്കും. അതുകൊണ്ടാണ് ഇതിന് മഹാക്ഷേത്രം എന്നുള്ള പേര് കിട്ടുന്നത്. ആദ്യ ശിവക്ഷേത്രമായിരുന്നു, ഇന്നത് മഹാക്ഷേത്രം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ദിവസവും 13 പൂജകളും 90 ശംഖുവിളികളും നടത്താറുണ്ട്. അങ്ങനെയാണ് അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതുമാത്രമല്ല, ഇവിടെ 3 പേർക്കും തുല്യ പ്രാധാന്യമാണ്. ഇവിടെ ഞാറ്റുവേല തുടങ്ങി 9 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ചന്ദനച്ചാർത്ത്, പിന്നെ കർപ്പൂരമൊഴിയൽ തുടങ്ങിയ ജലധാര തുടങ്ങിയ പരിപാടികൾ കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന് എല്ലാം പുറമെ ഈ ക്ഷേത്രത്തിലേക്ക് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ ഇവിടെ ഒന്ന് വിശ്രമിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ തിടനാട്ട് ദേവസ്വവും വളരെ ശക്തമായിരുന്നു. ഒരിക്കൽ ഈ പ്രദേശം ആദ്യകാലങ്ങളിൽ ഇത് പീനിച്ചിൽ കർത്താക്കന്മാരുടെ കീഴിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഈ പ്രദേശമെല്ലാം കൂടെ മുക്തിയാർ പ്രകാരം പൂഞ്ഞാർ രാജാവിന് കൊടുത്തു. പിന്നീട് അദ്ദേഹമാണ് ഈ പ്രദേശത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. പല ഉത്സവങ്ങളുണ്ടെങ്കിലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമെന്ന് പറയുന്നത് ശിവരാത്രി തന്നെയാണ്. പല ഉത്സവങ്ങളുള്ളപ്പോൾ പോലും തുള്ളൽ, അവളുടെ കഥാപ്രസംഗം, നാടകം തുടങ്ങിയ പല കലാപരിപാടികളും കലാരൂപങ്ങളിലൂടെ അവതരിപ്പിക്കാറുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വീണ്ടും ഈ ക്ഷേത്രം പുതുക്കി പണിയുകയുണ്ടായി. എന്തുകൊണ്ടും ഈ പ്രദേശത്തിന് അഭിമാനിക്കാവുന്ന ഒരു ചരിത്രമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. തിടനാട്, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, വൈക്കം ഈ 4 ശിവക്ഷേത്രങ്ങളും ഒരേ ദിശയിലേക്കാണ് തിരിഞ്ഞു വച്ചിരിക്കുന്നത്. ഒരേ ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി പാട്ടക്കാർക്കും കുടിയാന്മാർക്കും നൽകി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിന് ഉപയോഗിച്ചിരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിന് ചില പാട്ടത്തിന് കൊടുക്കുന്നതിന് മറ്റുമായിട്ട് ചില കുടുംബക്കാരെ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ പൂവാങ്കൽ, അയ്യൻ കോഹിക്കൂർ, മുരിക്കനാട്, കടമ്പനാൽ, മങ്ങാട്ട് തുടങ്ങിയ കുടുംബക്കാർക്കായിരുന്നു ഇതിൻ്റെ ചുമതല. അവരാണ് ഇത് നൽകിയിരുന്നത്. പിന്നെ മാത്രമല്ല, ഇവിടെ പൂജാരിമാർക്കും അതുപോലെ മേളക്കാർക്കും മറ്റും താമസിക്കാനായി 100 ഏക്കർ സ്ഥലം
കരമൊഴിവായി നൽകിയിരുന്നു. ഈ സ്ഥലം ഇപ്പോൾ ഒട്ടുവിരുത്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റൊരു കാര്യം ഇതേപ്പറ്റി പറയാനുള്ളത്, തിടനാട് ക്ഷേത്രത്തെപ്പറ്റി പറയാനുള്ളത്, ഇവിടെ 41 ബ്രാഹ്മണ ഇല്ലങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40 ബ്രാഹ്മണ ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഇല്ലങ്ങൾക്കുണ്ടായ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥലങ്ങളൊക്കെ മറ്റു പലരും വാങ്ങി, അത് കഴിഞ്ഞ് ഈ വരുന്ന ആളുകൾക്ക് അവരെ പൂജിച്ച കല്ലുകളൊക്കെയാണ് പലയിടത്തും ഇട്ടിരുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ചെറിയ ക്ഷേത്രങ്ങളായിരുന്നല്ലോ, കുടുംബക്ഷേത്രങ്ങളൊക്കെ ആയിരുന്നു. അതിന് വേണ്ട രീതിയിലുള്ള പൂജ നടക്കാതെ വരികയും ഇറച്ചി, മീന് തുടങ്ങിയൊക്കെ പ്രവേശിപ്പിക്കുകയും ചെയ്തതോടുകൂടി അത് വാങ്ങിയ പല കുടുംബക്കാർക്കും അകാല മരണം, അതുപോലെ തന്നെ മറ്റ് ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടായതായിട്ടും പറയപ്പെടുന്നു. ഇതൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല, എങ്കിലും ഇങ്ങനെയും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയുമാണ് എനിക്കിതേപ്പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. മറ്റക്കൊമ്പന ജ്വല്ലറി, TP റോഡ്, ഈരാറ്റുപേട്ട.